Good morning, student. Another university question ആണ്. Test the convergence of the series 1/1 into 2, 1/2 into 3, 1/3 into 4, plus 1/4 into 5, plus etc. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്താണ്? 1/1 into 2, 1/2 into 3, 1/3 into 4, 1/4 into 5 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ജനറൽ ടൈം എഴുതാൻ പറ്റും. ജനറൽ ടൈം എന്ത് എഴുതാം? ലിമിറ്റ് സിഗ്മ k equal to 1 to infinity, k equal to 1 to infinity ak എന്നുള്ളത് ഇങ്ങനെ എഴുതാം. സിഗ്മ k equal to 1 to infinity 1 by k into k plus 1 എഴുതാം. അതായത് നമുക്ക് k ക്ക് 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം എന്ത് കിട്ടും? 1 by 1 into 2 എന്ന് കിട്ടും. k ക്ക് 2 കൊടുക്കുമ്പോഴോ 1 by 2 into 3 എന്ന് കിട്ടും. k ക്ക് 3 കൊടുക്കുമ്പോഴോ 1 by 3 into 4 കിട്ടും. k ക്ക് 4 കൊടുക്കുമ്പോഴോ 1 by 4 into 5 കിട്ടും. അപ്പൊ ജനറൽ ടൈം ഇവിടെ നമുക്ക് സിഗ്മ k equal to 1 to infinity ak എന്നുള്ള എന്ത് കൊടുക്കാം? 1 by k into k plus 1. അപ്പൊ ഇവിടെ ak എന്ന് പറയുന്നത് എന്താണ്? ak is equal to 1 by k into k plus 1. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെസ്റ്റ് ഇത് കൺവർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് കണ്ടുപിടിച്ച് രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരു പുതിയ സീരീസ് ഫോം ചെയ്യുക. ഫോം എ ന്യൂ സീരീസ്. ഒരു പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്യണം. ആ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്മ k equal to 1 to infinity bk. ആ പുതിയ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സിഗ്മ k equal to 1 to infinity bk. അപ്പൊ ആ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ k equal to 1 to infinity 1 by k square. ന്യൂമറേറ്ററിൽ നിന്നുള്ളത് എടുത്ത് താഴെ എടുത്തു. 1 by k square plus 1 k square plus k ആണ് 1 by k square. ഈ 1 by k സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? സിഗ്മ 1 by k raised to p ഫോമിലാണ്. ഇതൊരു p സീരീസ് ആണ്. ഇതൊരു p സീരീസ് ആണ്. p സീരീസിന്റെ പ്രത്യേകത p എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ സീരീസ് കൺവെർജ് ചെയ്യും. ഇവിടെ p എന്നുള്ളത് എന്താണ്? ഇവിടെ p എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണ്. p എന്നുള്ളത് 2 ആണ്. p is equal to 2, that is greater than 1. Therefore series is new series is convergence. ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്തു. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് പുതിയ സീരീസ് ന്യൂ സീരീസ് ഈസ് ന്യൂ സീരീസ് സിഗ്മ k equal to 1 to infinity bk is convergence. കൺവെർജന്റ് ആണ് കേട്ടോ. പുതിയ സീരീസ് എന്താണ്? 1 by k സ്ക്വയർ. എങ്ങനെയാണ് കിട്ടിയത്? ഇതൊരു p സീരീസ് ആയതുകൊണ്ടും p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ടും സീരീസ് കൺവെർജന്റ് ആണ്. അപ്പൊ 1, 2, 3 പോയിന്റ്. ഈ നാലാമത്തെ പോയിന്റ് എന്താണ്? നമുക്ക് റോ കണ്ടുപിടിക്കാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നാലാമത്തെ പോയിന്റ് റോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity ak by bk. അതായത് ലിമിറ്റ് k tends to infinity ak എന്ന് പറഞ്ഞാൽ എന്താണ്? ak എന്ന് പറഞ്ഞാൽ 1 by k into k plus 1 into bk എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by k square. അപ്പൊ k square മുകളിലോട്ട് എഴുതാം into by 1. That is limit k tends to infinity k square divided by ഇവിടെ നമ്മള് ഡിനോമിനേറ്ററിൽ k square എടുക്കുമ്പോൾ ഒരു k പുറത്തെടുക്കാം. k into 1 plus 1 by k എടുക്കും. അപ്പൊ k square ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നത് എന്താണ്? ലിമിറ്റ് k tends to infinity 1 by 1 plus 1 by k. ഇനി നമ്മുടെ കേക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഇത് 0 ആയി പോകും. ആൻസർ 1 കിട്ടും. ആ റോയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയേ? റോ ഇസ് ഈക്വൽ ടു 1 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. റോയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്. Therefore this is finite. Therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ കൺക്ലൂഷൻ the given series is therefore the given series is convergence. Given series is convergent. That is sigma k equal to 1 to infinity 1 by k into k plus 1 is convergent. Given series is convergent. The given series is convergent ആണ്. Since എന്താണ്? New series convergent. അതായത് പുതിയ സീരീസ് കൺവെർജന്റ് ആയതുകൊണ്ട് പുതിയ സീരീസ് അതാണ് സിഗ്മ k equal to 1 to infinity bk കൺവെർജന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ സീരീസ് 1 by k into k plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്?
1/1 into 2, 1/2 into 3, 1/3 into 4, etc. എന്നുള്ളത് എന്താണ്? കൺവെർജ് ആണെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ടെസ്റ്റ് ഏതാണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 1/1 into 2, 1/2 into 3, 1/3 into 4, 1/4 into 5 എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ജനറൽ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ജനറൽ ടൈം എന്തായിരിക്കും? സിഗ്മ k equal to 1 to infinity 1/k into k plus 1 ആണ്. kക്ക് നമ്മൾ 1 കൊടുത്താൽ എന്ത് കിട്ടും? 1/kക്ക് 1 കൊടുക്കുമ്പോൾ 1 into 2, kക്ക് 2 കൊടുക്കുമ്പോഴോ 2 into 3, 3 കൊടുക്കുമ്പോഴോ 3 into 4, 4 കൊടുക്കുമ്പോഴോ 4 into 5. Therefore ജനറൽ ടൈം എന്ന് പറഞ്ഞാൽ 1/k into k plus 1 ആണ്. 1/k into k plus 1. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു പുതിയ സീരീസ് ഫോം ചെയ്തു. BK എന്നുള്ള പുതിയ സീരീസ് ഫോം ചെയ്തു. പുതിയ സീരീസ് ഫോം ചെയ്ത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിൽ നിന്ന് 1 ഡിവൈഡഡ് ബൈ ഇവിടെ k സ്ക്വയർ. അങ്ങനെ നമ്മൾ പുതിയൊരു സീരീസ് ഫോം ചെയ്തു 1/k സ്ക്വയർ. ഈ 1/k സ്ക്വയർ എന്നുള്ള ഒരു സീരീസ് നമ്മൾ ഫോം ചെയ്ത സീരീസ് എന്ത് സീരീസ് ആണ്? ഇതൊരു പി സീരീസ് ആണ്. കാരണം പി സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? സിഗ്മ k equal to 1 to 1/k raised to p എന്നാണ്. അപ്പൊ ഒരു പുതിയ സീരീസ് പി സീരീസ് ആയതുകൊണ്ടും പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. പി എന്നുള്ള 2 ആണ്. പി ഗ്രേറ്റർ ദാൻ 2, പി ഇക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ആ പുതിയ സീരീസ് നമ്മൾ പറയുന്നത് കൺവെർജ് ആണെന്ന് പറയുന്നത്. പുതിയ സീരീസ് കൺവെർജന്റ് ആണെന്ന് കിട്ടി. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ഇൻഫിനിറ്റി ak by bk. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/k into k plus 1 into k square by 1. അതിന് നമ്മൾ ഇവിടെ നിന്ന് k പുറത്തെടുത്ത് കഴിയുമ്പോൾ k square കിട്ടിക്കളഞ്ഞു. kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോ റോയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ? 1 കിട്ടി. ഈ 1 എന്നുള്ളത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. റോ is equal to 1 ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ബേസ് ചെയ്ത് നമ്മൾ പറയുന്നു പുതിയ സീരീസ്, നമ്മുടെ ഗിവൺ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? 1/1 into 2, 1/2 into 3, 1/3 into 4, etc. എന്നുള്ള സീരീസ് ഈസ് കൺവെർജൻസ്. റീസൺ എന്താണ്? നമ്മൾ ഫോം ചെയ്ത പുതിയ സീരീസ് കൺവെർജ് ആണ്. അതുപോലെ തന്നെ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. അപ്പൊ ഈ ടെസ്റ്റ് നമ്മൾ ഉപയോഗിച്ച ടെസ്റ്റിന്റെ പേരെന്താണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആ സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന സീരീസിന് AK എന്ന് കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ആ AKയിൽ നിന്ന് പുതിയൊരു സീരീസ് ഫോം ചെയ്യുക. അതിന് BK എന്ന് കൊടുക്കുക. സിഗ്മ k equal to 1 BK. അതിനുശേഷം BK കൺവെർജ് ആണോ ഡൈവർജന്റ് ആണോ നോക്കുക. ഈ ഒരു പ്രോബ്ലത്തിൽ BK എന്നുള്ളത് പി സീരീസ് ആണ്. പി സീരീസിലെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കൺവെർജ് ആയിരിക്കും. അപ്പൊ ഈ സീരീസ് കൺവെർജന്റ് ആണെന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ഇൻഫിനിറ്റി ak by bk. അങ്ങനെ റോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 1 ആണ് കിട്ടിയത്. അപ്പൊ റോ ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്, പിന്നെ പുതിയ സീരീസ് കൺവെർജ് ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് തന്നിരിക്കുന്ന സീരീസ് നമ്മൾ എന്ത് പറയുന്നു? കൺവെർജ് ആണെന്ന് പറയുന്നു. ഈ ടെസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മൾ ആ ജനറൽ ടൈം നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ചില പ്രോബ്ലത്തിൽ ജനറൽ ഫോം ടൈം തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ജനറൽ ടൈം തന്നിട്ടില്ല. ആ ജനറൽ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ കിട്ടുന്ന ജനറൽ ടൈം എന്താണ്? 1/k into k plus 1. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ, ചെയ്ത് പഠിച്ചോളൂ കേട്ടോ.